ഓക്കെ, അപ്പോൾ നമുക്ക് കാർഡ് സെലക്ട് ചെയ്യാം. ഈ റീഡിങ് ഇടാനൊക്കെ എനിക്കൊരു പോസിറ്റീവ് എനർജി വരുന്നത് നിങ്ങളുടെ കമൻറ്റിൻ്റെ ഒക്കെ ഒരു ശക്തിയാണത്. അപ്പോൾ നമുക്ക് കാർഡ് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് കിട്ടിയ കാർഡ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന്. സൺ, 9 of Pentacles, Fool, High Priestess, 10 of Pentacles, the Lovers card, 3 of Cups, Queen of Cups, 9 of Cups, Judgment, 2 of Swords, 2 of Wands. നിങ്ങൾക്കായാലും നിങ്ങളുടെ വ്യക്തിക്കായാലും രണ്ട് കാര്യത്തിൽ എന്തോ ഒന്ന് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ട്. ഏതോ രണ്ട് കാര്യമുണ്ട്. അതിൽ ഏത് നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണം, ഏത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക്. 2 of Swords വന്നിട്ടുണ്ട്, 2 of Wands വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കാര്യമാണോ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് നിങ്ങൾ ഡിവൈൻ സമർപ്പിച്ച് നിങ്ങളുടെ മൈൻഡൊക്കെ നല്ലതുപോലെ പോസിറ്റീവായി വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സോൾ തന്നെ പറഞ്ഞു തരും ഏത് കാര്യം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും ഏത് രീതിയിലാണ് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്, ഏതാണ് നിങ്ങൾക്ക് നല്ലതെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ മുമ്പോട്ട് പോവാം. പിന്നെ സൺ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മാസമാണ് നിങ്ങൾക്ക് സൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു മാസം നിങ്ങൾക്ക് നല്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും എല്ലാ കാര്യങ്ങളിലും. ദ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവരുമായിട്ട് സന്തോഷമായിട്ട് കുറേ നിമിഷങ്ങളുണ്ട്. 3 of Cupsൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ലവേഴ്സ് നിങ്ങളിലേക്ക് വരും. അവരുമായിട്ടൊക്കെ നല്ല സന്തോഷമായിട്ട് ആഘോഷിച്ച് സ്നേഹത്തോടിരിക്കാൻ സാധിക്കും. പിന്നെ 9 of Cupsൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഒരു പൂർണ്ണതയിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. 9 of Pentacles എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ പൈസയും നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഈ ഒരു മാസം, ജൂൺ മന്ത്. അപ്പോൾ ഫൂൾ വന്നിട്ടുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മാത്രം നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങളങ്ങനെ ചെയ്യുന്നത് ഇപ്പം ആരുടെയും വാക്കുകളൊന്നും വിശ്വസിക്കാതെ ആരുടെയും ഒന്നും കേൾക്കാതെ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ച് സറണ്ടർ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം വിജയത്തിലെത്താൻ സാധിക്കും. കാരണം സൺ കാർഡും വന്നിട്ടുണ്ട്, 9 of Pentacles എനർജി വന്നിട്ടുണ്ട്. പൈസ വരെ നല്ലതുപോലെ ഉണ്ടാക്കാൻ സാധിക്കും. 9 of Cupsൻ്റെ എനർജി വന്നിട്ടുണ്ട്. നല്ല സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരിക്കും. എല്ലാം നിറഞ്ഞ ഒരു നിമിഷങ്ങളായിരിക്കും ഈ ഒരു മന്ത് നിങ്ങൾക്ക്. പിന്നെ ഈ ഒരു കൺഫ്യൂഷൻ മാത്രം അത് നിങ്ങളുടെ സോളിനോട് തന്നെ നിങ്ങൾ കുറച്ചൊന്ന് മെഡിറ്റേഷനൊക്കെ എടുത്ത് നിങ്ങളുടെ സോളിനോട് തന്നെ ചോദിച്ചിട്ട് നിങ്ങൾ എന്തോ രണ്ട് കൺഫ്യൂഷനില്ല, നിങ്ങൾ ഏതിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ കിടക്കുന്നത് അത് നിങ്ങളുടെ സോളിനോട് തന്നെ നിങ്ങൾ ചോദിച്ച് സോൾ ആ ഉത്തരം തരും. നിങ്ങളുടെ ആ മൈൻഡിൽ കിട്ടുന്ന ഉത്തരത്തിനോടൊപ്പം പോവുക. നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ജഡ്ജ്മെൻ്റാണ്. കാരണം ഈ കാർഡിലെല്ലാം കൂടുതലും മേജർ ആർക്കാന കാർഡ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നല്ലതുപോലെ നിങ്ങളിലും ഉണ്ട്, നിങ്ങളുടെ റിലേഷനിലും ഉണ്ട്. കാരണം ലവേഴ്സ് കാർഡുണ്ട്. അപ്പോൾ ഡിവൈൻ്റെ അനുഗ്രഹമുള്ളൊരു റിലേഷനാണ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്കത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സ്നേഹത്തിൽ തന്നെ പോവാം. ജഡ്ജ്മെൻ്റാണ്. ആകുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരും. അതല്ല നമ്മൾ ബാഡ് കർമ്മയാണ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവായിട്ട് തന്നെ വരും. അതുകൊണ്ട് കൂടുതലും എപ്പോഴും നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നോക്കുക.
നമ്മുടെ മൈൻഡിനെ എപ്പോഴും പോസിറ്റീവാക്കി വെക്കുക. നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ നമുക്കെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരത്തുള്ളൂ. അല്ല നെഗറ്റീവായിട്ടിരിക്കാൻ നോക്കരുത്. നെഗറ്റീവായിട്ടിരുന്നാൽ പെട്ടെന്നായിരിക്കും നെഗറ്റീവ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾക്ക് നല്ല പ്രതീക്ഷയിൽ ഈ ഒരു മന്ത് പോവാം. സൺ കാർഡ്, ലവേഴ്സ് കാർഡ്, 9 ഓഫ് പെൻറ്റിക്കിൾസ്, 9 ഓഫ് കപ്സ്, പിന്നെ ഇത് വന്നിട്ടുണ്ട് 10 ഓഫ് പെൻറ്റിക്കിൾസ് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുടുംബപരമായിട്ടുള്ള എന്തോ സ്വത്തൊക്കെ നിങ്ങളിലേക്ക് വന്നു തരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പൂർവികരുടെ സ്വത്തോ അങ്ങനെ എന്തെങ്കിലും പൂർവികരുടെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു തരാൻ സാധ്യതയുണ്ട്. കാരണം 10 ഓഫ് പെൻറ്റിക്കിൾസ് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് വന്നിരിക്കുന്നത്. എല്ലാം കൂടെ നിങ്ങൾക്ക് ഈ മാസം നല്ലതായിരിക്കും. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. മൈൻഡൊക്കെ നല്ല പോസിറ്റീവായിട്ട് വെക്കുക. എന്നാലേ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരത്തുള്ളൂ. നെഗറ്റീവായിട്ട് ആരും ഇരിക്കരുത്. എപ്പോഴും എന്ത് കാര്യം വന്നാലും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. നിങ്ങൾക്കെല്ലാം നേടാൻ പറ്റുന്നുണ്ട് വിശ്വാസത്തിൽ മാത്രം നിങ്ങൾ മുമ്പോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഈ ഒരു മന്ത്, ജൂൺ മന്ത് നിങ്ങൾക്ക് എല്ലാം നല്ലതായിരിക്കും. ഇത് കാണുന്ന എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ സത്യമാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. ഇതാണ് ഇന്നത്തെ റീഡിങ്.